Hi students, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഗ്രാഫ് ഉപയോഗിച്ച് മനസ്സിലാക്കി. അപ്പോൾ അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതാം. ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ആദ്യം പഠിച്ച ഏതായിരുന്നു? സൈൻ ഇൻവേഴ്സ് ആണ്. സൈൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -1 1ഉം റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 ആണ്. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്രാഫ് ഉപയോഗിച്ച് പഠിച്ചതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ആണ്. കോസ് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ -1 1ഉം റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0 πയുമാണ്. ടാൻ ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് R ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ -π/2 π/2 ആണ്. അതേപോലെ കൊസീക് ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് R മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1ഉം റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 മൈനസ് സെറ്റ് 0യുമാണ്. അതേപോലെ തന്നെ സീക്ക് ഇൻവേഴ്സിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് R മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1 റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ 0 π മൈനസ് സെറ്റ് π/2 ആണ്. ലാസ്റ്റ് വൺ കോട്ട് ഇൻവേഴ്സ്. കോട്ട് ഇൻവേഴ്സിന്റെ ഡൊമൈൻ R ആണ്. അതേപോലെ തന്നെ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ 0 π ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗ്രാഫ് ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലാക്കി. അപ്പൊ ഇത് ഒന്ന് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഡൊമൈൻ വരുന്നതിനെ കമ്പൈൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതെങ്ങനെയാണെന്ന് നേരം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വിത്ത് ഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പൊ റേഞ്ച് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഇതേപോലെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് 1 1 1 2 ആകുന്ന രീതിയിൽ ഇതിനെ പല പല ഭാഗങ്ങളായിട്ട് മാറ്റി അതിലൊരു പോർഷൻ മാത്രം എടുത്തു. അതിനെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്നാണ് പറയുന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ നോക്കാം ഓരോന്നിന്റെയും ഡൊമൈനും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചും ഏതാണെന്ന് നോക്കാം. ഇപ്പൊ സൈനിന്റെ എന്ന് പറഞ്ഞാൽ -1 1 ആണ് ഡൊമൈൻ. അത് തന്നെയാണ് കോസ് ഇൻവേഴ്സിന്റെ. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുക, ഒരേ ഡൊമൈൻ വരുന്നതിനെ ഓർത്ത് വെക്കുക. സൈൻ ഇൻവേഴ്സിന്റെയും കോസ് ഇൻവേഴ്സിന്റെയും ഡൊമൈൻ ക്ലോസ്ഡ് ഇന്റർവൽ -1 1 ആണ്. അതേപോലെ തന്നെ കൊസീക് ഇൻവേഴ്സിന്റെയും സീക്ക് ഇൻവേഴ്സിന്റെയും ഡൊമൈൻ R മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1 ആണ്. ടാൻ ഇൻവേഴ്സിന്റെയും കോട്ട് ഇൻവേഴ്സിന്റെയും ഡൊമൈൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് R ആണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഇത് നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം പ്രോബ്ലം ചെയ്യാൻ. അല്ലാതെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണെന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഒരു ഇൻവേഴ്സിന്റെ ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കും. ഇപ്പൊ ഗ്രാഫും മനസ്സിലാക്കിയിരിക്കണം, അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചും മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ഇനി പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതില് ഫസ്റ്റ് ഇയറിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയിരിക്കണം. സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇപ്പൊ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഓരോ 4 ക്വാഡ്രന്റില് ഓരോന്നിന്റെയും വാല്യൂസ് എന്താണ്, സൈൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റില് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓൾ ആർ പോസിറ്റീവ് ഫസ്റ്റ് ക്വാഡ്രന്റില്. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? π-θ അല്ലെങ്കിൽ ഇവിടെ സൈൻ എക്സും കൊസീക് എക്സും പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ബാക്കി 4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും നെഗറ്റീവ് ആയിരിക്കും ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുമ്പം. തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പം ടാനും കോട്ടുമാണ് പോസിറ്റീവ് വരുന്നത്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രന്റിൽ വരുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? കോസും സീക്കും പോസിറ്റീവ് ആയിരിക്കും, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇനി ഫസ്റ്റ് ക്വാഡ്രന്റിലെ തീറ്റ ആണെങ്കിൽ ഫോർത്ത് ക്വാഡ്രന്റ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്നതല്ലേ ഇത് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പം ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ തീറ്റ ആണ് ആംഗിളെങ്കിൽ അതേ ഒരു പോയിന്റിന്റെ ഇതെന്ന് പറയുന്നത് -θ ആയിരിക്കും ഫോർത്തിൽ വരുന്നത്, അതിന്റെ റിവേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ സെക്കൻഡിൽ π-θ ആണ് ആംഗിളെങ്കിൽ തേർഡിൽ വരുന്ന ഏതായിരിക്കും? -π-θ ആയിരിക്കും. ഇതിന്റെ നെഗറ്റീവ് ആയിരിക്കും താഴെ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പ്രോബ്ലം ചെയ്യാൻ ഇത് ആവശ്യമായിട്ട് വരും. ഇനി അതുപോലെ തന്നെ വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പൊ ഈ വാല്യൂസ് മനസ്സിലാക്കിയിരുന്ന പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഫംഗ്ഷൻസ് വാല്യൂസ് 0 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഈ അളവിലുള്ള സൈൻ വാല്യൂസ്, കോസ്, ടാൻ ഇതിന്റെ എല്ലാം വാല്യൂസ് മനസ്സിലാക്കിയിരിക്കാം.
സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. കോസ് 0 1, കോസ് 30 √3/2, കോസ് 45 1/√2, കോസ് 60 1/2, കോസ് 90 0. ടാൻ സൈനും കോസും മനസ്സിലാക്കിയിരുന്നാൽ മതി. ടാൻ നമുക്ക് എഴുതാൻ പറ്റും അതിൽ നിന്ന് തന്നെ. സൈൻ ബൈ കോസ് അല്ലേ ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാൻ 0 എന്ന് പറഞ്ഞാൽ സൈൻ 0 ഡിവൈഡഡ് ബൈ കോസ് 0. അപ്പൊ 0 ആയിട്ട് മാറും. ഇനി അടുത്ത് ടാൻ 30 എന്ന് പറഞ്ഞാൽ സൈൻ 30 ഡിവൈഡഡ് ബൈ കോസ് 30. അപ്പൊ 1/2 ഡിവൈഡഡ് ബൈ √3/2 എന്ന് പറയുന്നത് എന്ത് വരും? 1/√3 വരും. അതുപോലെ തന്നെ ടാൻ 45 എന്ന് പറയുന്നത് 1/√2 ഡിവൈഡഡ് ബൈ 1/√2 1 വരും. ടാൻ 60 എന്ന് പറയുന്നത് √3/2 ഡിവൈഡഡ് ബൈ 1/2. അപ്പം 2ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് √3 വരും. ടാൻ 90 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 0 ആണ്. 0 കൊണ്ടുള്ള ഡിവിഷൻ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ആ ടാൻ 90 വാല്യൂ ഡിഫൈൻഡ് അല്ല. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പം പറയാം. ഇവിടെ വാല്യൂസ് നോക്കുക. സൈൻ 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 30, 45 മെയിൻ ആയിട്ട് ഇത്ര ആംഗിൾസിന്റെ വാല്യൂ ആണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. അപ്പൊ ഇത് മാത്രം പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ നോക്കുക, ഇതിന്റെ വാല്യൂസിന്റെ പ്രത്യേകത നോക്കുക. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സൈൻ 0 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് 0 1/2 1/√2 √3/2 1 വന്നു. പിന്നെ റിവേഴ്സ് ഓർഡറിലായിരിക്കും വരുന്നത്. ഇവിടെ 0 ഇവിടെ സ്റ്റാർട്ട് ചെയ്ത 0 ആണെങ്കിൽ ഇവിടെ എൻഡ് ചെയ്യുന്ന 0 അല്ലായിരിക്കും. 0 1/2 1/√2 √3/2 1. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇത് മനസ്സിലാക്കാം. ഡയഗണൽ വാല്യൂസ്. അപ്പം സൈൻ 0യും കോസ് 90യും ഒരേ വാല്യൂ ആയിരിക്കും ഡയഗണലിൽ വരുന്ന വാല്യൂസ്. അപ്പൊ ഇവിടെ 0 ഇവിടെ 0. അടുത്ത ഡയഗണല് കോസ് 0യും സൈൻ 90യും സെയിം ആയിരിക്കും. 1 വരും. അടുത്ത എന്താണ്? 1/2 1/2 സൈൻ 30 കോസ് 60. അടുത്ത എന്താണ്? കോസ് 30 സൈൻ 60. 45 എന്ന് പറയുന്ന നടുക്കുള്ള വാല്യൂ ആണ്. അതിന്റെ രണ്ടിന്റെയും സെയിം ആയിരിക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എളുപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. ഇത് രണ്ടും നമുക്ക് ആവശ്യമായിട്ട് വരും പ്രോബ്ലം ചെയ്യാന്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ഒരു ഡെഫിനിഷൻ പഠിച്ചു. സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? സൈൻ വൈ ഈക്വൽ ടു എക്സ്. അപ്പൊ ആ വാല്യൂ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് സൈൻ ഇൻവേഴ്സ് 1/2 എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ലെറ്റ് സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. സൈൻ ഇൻവേഴ്സ് 1/2 വൈ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡെഫിനേഷൻ അനുസരിച്ച് എന്ത് എഴുതാം? ഇതിനെ സൈൻ വൈ ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഈ വൈയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ സൈൻ ഇൻവേഴ്സ് 1/2. അതായത് 1/2 വാല്യൂ വരുന്ന ഏതിനാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ആംഗിളിലാണ് 1/2 വാല്യൂ വരുന്നത്. അപ്പൊ സൈൻ വൈ ഈക്വൽ ടു 1/2. ഇപ്പൊ നോക്കുക, ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. 1/2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, സൈൻ ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ സൈൻ വൈ ഈക്വൽ ടു 1/2 ആണെങ്കിൽ വാല്യൂ പോസിറ്റീവ് ആണ്. സൈനിന്റെ വാല്യൂ പോസിറ്റീവ് ആകുന്ന ഏതൊക്കെ ക്വാഡ്രന്റ് ആണുള്ളത്? ഓൾ ആർ പോസിറ്റീവ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്, ഒരു ഷോർട്ട് കട്ട്. ഓൾ സിൽവർ ടീ കപ്പ്. ഓൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്. സിൽവർ എന്നുള്ളതിന്റെ ഫസ്റ്റ് സൈനും അതിന്റെ റെസിപ്രോക്കലും സെക്കൻഡില് പോസിറ്റീവ്. ടീ എന്നുള്ളത് ടാനും കോട്ടും തേർഡ് ക്വാഡ്രന്റില് ടാനും കോട്ടും പോസിറ്റീവ്. കപ്പ് ഫസ്റ്റ് ലെറ്റർ സി, അപ്പം കോസും സിക്കും പോസിറ്റീവ്. ഈ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓൾ സിൽവർ ടീ കപ്പ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ ലെറ്റർ ഉപയോഗിച്ച് ഓൾ ആവുമ്പോൾ എല്ലാം പോസിറ്റീവ്. സിൽവർ സൈനും അതിന്റെ റെസിപ്രോക്കലും, ടീ ടാനും അതിന്റെ റെസിപ്രോക്കലും, കപ്പ് എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ സി, കോസും സിക്കും പോസിറ്റീവ്. അപ്പൊ ഈ രീതിയിലും മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ സൈൻ വൈ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. സൈനിന് പോസിറ്റീവ് വരുന്ന ഏതൊക്കെ ക്വാഡ്രന്റിലേ ഉള്ളൂ?
ഫസ്റ്റ് ക്വാഡ്രന്റിലും വേറെ ഏതാണ് സൈനും കൊസേക്കും പോസിറ്റീവ് ആണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ. അപ്പൊ ഫസ്റ്റിലും സെക്കൻഡിലുമാണ് സൈൻ പോസിറ്റീവ് വരുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാം. ഹിയർ സൈൻ വൈ ഈസ് പോസിറ്റീവ് ആൻഡ് ഹെൻസ് വൈ ക്യാൻ ബി ഇൻ ദ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്നുകിൽ ഈ വൈ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും. ഇനി ആ വൈയുടെ വാല്യൂ കൂടി കണ്ടുപിടിച്ചാൽ മതി. വൈ 1/2 ആകുന്ന ഏത് വാല്യൂ ആണ്? അപ്പൊ നമ്മൾ അതിന്റെ വാല്യൂസിന്റെ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ മനസ്സിൽ കാണുക. സൈൻ വൈ, സോ വൈ ഈക്വൽ ടു തീറ്റ ഓർ വൈ ഈക്വൽ ടു പൈ മൈനസ് തീറ്റ എന്നെഴുതി. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? വൈ എന്ന് പറയുന്നത് π/6. π/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രിയിലാണ് സൈനിന്റെ വാല്യൂ 1/2 ആകുന്നത്. അപ്പം y ഈക്വൽ ടു π/6 ഓർ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? y എന്ന് പറയുന്നത് ഒന്നുകിൽ തീറ്റ, ഇവിടെ തീറ്റയുടെ വാല്യൂ π/6 കിട്ടി. y ഈക്വൽ ടു π/6 ഓർ y ഈക്വൽ ടു പൈ മൈനസ് π/6 എന്ന് എഴുതാം. അപ്പൊ അത് ഈക്വൽ ടു എത്രയാണ്? 5π/6. But principal branch of sin inverse is, sin inverse പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് -π/2 π/2 ആണ് ക്ലോസ്ഡ് ഇന്റർവൽ. അപ്പൊ ഈ y എന്ന് പറയുന്ന വാല്യൂ എവിടെ ആയിരിക്കണം? സൈൻ ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിലായിരിക്കണം. അപ്പൊ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ആണ്. സൈൻ ഇൻവേഴ്സ് ഡൊമൈൻ വാല്യൂ ആണ് ഈ 1/2 എന്ന് പറയുന്നത്. ആ ഡൊമൈൻ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടുത്തെ വാല്യൂ കിട്ടണം? റേഞ്ച് അല്ലെങ്കിൽ കോഡൊമൈനിലെ വാല്യൂ കിട്ടണം. അപ്പൊ ഇവിടുത്തെ കോഡൊമൈൻ എന്ന് പറയുന്നത് ഏതാണ്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -π/2 π/2 ആണ്. സൈൻ ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണ്? ക്ലോസ്ഡ് ഇന്റർവൽ -1 1 2 എന്താണ്? അതിന്റെയും ടേബിൾ നമ്മൾ പഠിച്ചതാണ്. ക്ലോസ്ഡ് ഇന്റർവൽ -π/2 π/2 ആണ്. അപ്പൊ ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 π/2 ആണ്. അപ്പൊ ഈ കിട്ടുന്ന y വാല്യൂ എന്ന് പറയുന്നത് എവിടുത്തെ ആയിരിക്കണം? ആ റേഞ്ചിലെ ആയിരിക്കണം. അതായത് -π/2നും π/2നും ഇടയിലായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുക, π/6 ഉണ്ട് 5π/6 ഉണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും വാല്യൂ വരുന്നത്? ഹെൻസ് y ഈക്വൽ ടു π/6 implies സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു π/6. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അതിനെ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ ടു y ആണെങ്കിൽ നമുക്ക് ഡെഫിനേഷൻ അനുസരിച്ച് സൈൻ y ഈക്വൽ ടു 1/2 എന്ന് എഴുതാം. ഇനി ആ കിട്ടിയ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അത് ഏത് ക്വാഡ്രന്റിൽ വരുമെന്ന് മനസ്സിലാക്കുക. ഈ ടേബിളും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. എങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു നോക്കിയ പോലെ find the principal value of cos inverse -1/2. cos inverse -1/2. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത്? let cos inverse 1/2 ഈക്വൽ ടു y എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് എന്ത് എഴുതാം? cos y ഈക്വൽ ടു -1/2 എന്ന് എഴുതാം. cos y എന്ന് പറയുന്നത് -1/2 ആയി. അതായത് കോസിന്റെ വാല്യൂ എന്തായി? മൈനസ് വന്നു. അപ്പൊ കോസ് ഏതൊക്കെ ക്വാഡ്രന്റിലാണ് മൈനസ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഏതൊക്കെ ക്വാഡ്രന്റിലാണ് വരുന്നത്? ഹിയർ cos y is negative and hence y can be in the second or third quadrant. ആ ടേബിൾ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. അപ്പൊ എന്ത് വന്നു? ഒന്നുകിൽ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കും അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റിലായിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിലെ ആംഗിളിന്റെ ജനറൽ ആയിട്ട് നമ്മൾ എന്താണ് കൊടുത്തത്? y ഈക്വൽ ടു പൈ മൈനസ് തീറ്റ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിലോ അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്? സെക്കൻഡിന് ഓപ്പോസിറ്റ് മൈനസ് ഓഫ് പൈ മൈനസ് തീറ്റ ആണ്. ഇനി നോക്കുക, കോസ് y 1/2 വരുന്ന കോസിന് 1/2 വാല്യൂ വരുന്ന ഏത് ആംഗിൾ ആണെന്ന് മനസ്സിലാക്കുക. കോസിന് 1/2 വരുന്നത് π/3 അപ്പൊ എന്താ എഴുതാം? പൈ മൈനസ് π/3 ഓർ മൈനസ് ഓഫ് പൈ മൈനസ് π/3. അപ്പൊ ഇവിടെ തീറ്റയുടെ വാല്യൂ കിട്ടി നമുക്ക്. എന്താ തീറ്റ എന്ന് പറയുന്നത്? എന്താണ്? π/3 ആണ്. അതായത് കോസിന് ഏതിൽ ആംഗിളിലാണോ 1/2 വാല്യൂ വരുന്നതെന്ന് മനസ്സിലാക്കുക. കോസ് 60 അല്ലേ 1/2 വരുന്നത്. അപ്പൊ 60യുടെ എങ്ങനെ എഴുതാം? 60യെ π/3 എന്ന് എഴുതാം. അപ്പൊ പൈ മൈനസ് π/3 ഓർ മൈനസ് ഓഫ് പൈ മൈനസ് π/3. ഈ വാല്യൂ രണ്ടും കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 2π/3 ഓർ മൈനസ് 2π/3. ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? ഈ കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഈ കിട്ടിയ രണ്ട് വാല്യൂസും ഏതിലായിരിക്കണം? കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിലായിരിക്കണം.
അപ്പം കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണെന്ന് മനസ്സിലാക്കുക. കോസിന്റെ ഏതാണ്? പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് ഈസ് ക്ലോസ്ഡ് ഇന്റർവെൽ 0 പൈ ആണ്. അപ്പം 0യ്ക്കും പൈക്കും ഇടയിലുള്ള വാല്യൂ ഒന്നെങ്കിൽ 0 ആകാം അല്ലെങ്കിൽ പൈ ആകും, ഇതിനിടയിലുള്ള വാല്യൂസും ആകാം. ഇത് മാത്രമേ ഏതിൽ വരാവൂ? ഈ കോസ് ഇൻവേഴ്സിന്റെ വാല്യൂല് കിട്ടാവൂ. അപ്പൊ ഏതായിരിക്കും വരുന്നത്? ഇവിടെ ഒരു വാല്യൂ വന്നിട്ടുണ്ട് -2π/3. മൈനസ് വാല്യൂ വരുമോ? ഇവിടെ 0 to π പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരൂ. അപ്പൊ ഇതിനെ അവോയ്ഡ് ചെയ്യുക. അപ്പൊ ഏത് വാല്യൂ മാത്രമേ വരൂ? 2π/3. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? കോസ് ഇൻവേഴ്സ് ഇംപ്ലൈസ് കോസ് ഇൻവേഴ്സ് -1/2 ഈക്വൽ ടു വാല്യൂ എന്ത് കിട്ടി? 2π/3. അപ്പൊ ഈ രണ്ട് പ്രോബ്ലംസും നല്ലതായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആണ്. കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. കുറെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ ഇതിലെ പ്രോബ്ലംസ് എളുപ്പമായിരിക്കും. ഇതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ റിസൾട്ട് മനസ്സിലാക്കിയിരിക്കണം. വീണ്ടും വീണ്ടും പറയാണ്, ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലെ പ്രോബ്ലംസ് ചെയ്യാൻ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നോക്കാം പ്രോപ്പർട്ടി. ഫസ്റ്റ് പ്രോപ്പർട്ടി, സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അത് എന്തുകൊണ്ട്? മൈനസ് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അപ്പൊ ഇവിടെ നോക്കുക, സൈൻ ഇൻവേഴ്സ് 1/x കൊസീക് ഇൻവേഴ്സ് എക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കൊസീക് ഇൻവേഴ്സ് എക്സ് എങ്ങനെ? ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പറയാണ്. സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ റെസിപ്രോക്കൽ ഏതാണ്? സൈൻ 1/sin. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 1/, ഏത് ഫംഗ്ഷൻ ആണോ അത്. 1/sin എന്ന് പറഞ്ഞാൽ എന്താണ്? കൊസീക്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ കൊസീക് ഇൻവേഴ്സ് ആയിരിക്കും. 1/xന്റെ റെസിപ്രോക്കൽ എന്താണ്? എക്സ് ആണ്. അപ്പൊ ഈ രീതിയിൽ മനസ്സിലാക്കുക, സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് എന്തായിരിക്കും? കൊസീക് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇതിന്റെ പ്രൂഫ് നോക്കാം. ലെറ്റ് സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു y. നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത പോലെ തന്നെ പ്രൂഫ് ഇതിന്റെയും പ്രൂഫ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 1/x ന് y എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് സൈൻ y എന്ന് പറയുന്നത് 1/x എന്ന് എഴുതാം. സൈൻ y 1/x ആണെങ്കിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/sin y ആയിരിക്കും. 1/sin y എന്ന് പറയുന്നത് എന്താണ്? കൊസീക് y ആണ്. അപ്പം കൊസീക് y ഈക്വൽ ടു x എന്ന് കിട്ടി. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? y ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് x എന്ന് എഴുതാം. y ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് x. ഇവിടെ y യുടെ വാല്യൂ എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു y ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ആ y എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സ് x കിട്ടി. അതിന്റെ മീനിങ് എന്താണ്? കൊസീക് ഇൻവേഴ്സ് x ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x. സിമിലർലി ബാക്കി എല്ലാ ഫംഗ്ഷൻസിനും ഇതേപോലെ ആയിരിക്കും. പ്രൂഫ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കോസ് ഇൻവേഴ്സ് 1/x ഈക്വൽ ടു സീക് ഇൻവേഴ്സ് x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് 1/x എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് x. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുക. ഇതിന്റെ പ്രൂഫും നിങ്ങൾ ചെയ്ത് നോക്കുക. ആദ്യം ചെയ്തതിന്റെ അതേ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നെക്സ്റ്റ് അടുത്ത പ്രോപ്പർട്ടീസ് ആണ്. സൈൻ ഇൻവേഴ്സ് -x ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് x. x ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. ഈ ഓരോ വാല്യൂസും ഇതിലെല്ലാം പഠിച്ചു വെക്കണം. ഈ x എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 ടാൻ ഇൻവേഴ്സ് -x ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് x. x ബിലോങ്സ് ടു r. അടുത്തത് കൊസീക് ഇൻവേഴ്സ് -x ഈക്വൽ ടു മൈനസ് കൊസീക് ഇൻവേഴ്സ് x മോഡ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതിലും പ്രൂഫ് ചെയ്യാം. ഒന്നാമത്തതിന്റെ സൈൻ ഇൻവേഴ്സ് -x ആണ്. അപ്പൊ നമ്മൾ സാധാരണ പോലെ തന്നെ y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സൈൻ ഇൻവേഴ്സ് -x ഈക്വൽ ടു y. അങ്ങനെയാണെങ്കിൽ സൈൻ y എന്ന് പറയുന്നത് എന്ത് എഴുതാം? -x എന്ന് എഴുതാം. സൈൻ y -x ആണെങ്കിൽ x എന്ന് പറയുന്നത് മൈനസ് സൈൻ y എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? x ഈക്വൽ ടു മൈനസ് സൈൻ y വന്നു. x ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് y എന്ന് എഴുതാം. ഇംപ്ലൈസ് സൈൻ ഇൻവേഴ്സ് x ഈക്വൽ ടു മൈനസ് y എന്നായി. ഇംപ്ലൈസ് y ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് x.
അപ്പൊ ഇവിടെ എന്തായി? സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആയി. അതാണ് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ഹെൻസ് സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ബാക്കി രണ്ടെണ്ണം ഇതേപോലെ പ്രൂഫ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പ്രോപ്പർട്ടി, കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഈ ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് എടുത്തു പറയുന്നത്. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ഇതിന്റെയും പ്രൂഫ് നോക്കാം. കോസ് ഇൻവേഴ്സ് മൈനസ് എക്സിന് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എന്ത് എഴുതാൻ പറ്റും? കോസ് വൈ എന്ന് പറയുന്നത് മൈനസ് എക്സ് എന്ന് എഴുതാം. കോസ് വൈ മൈനസ് എക്സ് ആണെങ്കിൽ മൈനസ് കോസ് വൈ എന്ന് പറയുന്നത് എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് കോസ് ഓഫ് പൈ മൈനസ് വൈ ഈക്വൽ ടു എക്സ്. ഇവിടെ മൈനസ് കോസ് വൈ ആണ് വന്നത്. അപ്പൊ മൈനസ് കോസ് വൈ വരണമെങ്കിൽ ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കോസ് ഓഫ് പൈ മൈനസ് വൈ ആണ് മൈനസ് കോസ് വൈ എന്ന് പറയുന്നത്. അപ്പൊ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തു. ഇവിടെ എഴുതിയിട്ടുണ്ട് സിൻസ് കോസ് ഓഫ് പൈ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോസ് എക്സ്. ഈ റിസൾട്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അപ്പം കോസ് പൈ മൈനസ് വൈ എന്ന് പറയുന്നത് മൈനസ് കോസ് വൈ ആണ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. ഇംപ്ലൈസ് പൈ മൈനസ് വൈ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഇംപ്ലൈസ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ. ഇവിടെ വൈ അല്ലേ? പൈ മൈനസ് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. ഇവിടെ നോക്കാം, പൈ മൈനസ് വൈ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ ഈ വൈയെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോവുക. അപ്പൊ പൈ മൈനസ് ഒരു സ്റ്റെപ്പ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിന്റെ കൺഫ്യൂഷൻ വേണ്ട. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നാകും. അപ്പൊ ഇവിടെ വൈയുടെ വാല്യൂ എന്താണ്? വൈ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ആണ്. ആ വൈയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പൊ അതിന് റിസൾട്ട് ആയി കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അതല്ലേ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ബാക്കി രണ്ടെണ്ണത്തിനെയും പ്രൂഫ് നിങ്ങൾ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വൺ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു, കൊസീക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു. ഓരോ റിസൾട്ടുകൾ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം നല്ലപോലെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിന്റെയും പ്രൂഫ് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ടേമാണ്, രണ്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ സം ആണ് പറഞ്ഞിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സൈൻ ഇൻവേഴ്സ് എക്സിന് വൈ എന്ന് അസ്യൂം ചെയ്തു. ദെൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ. എക്സ് സൈൻ വൈ ആണെങ്കിൽ സൈൻ ഇവിടെ ഒരെണ്ണം കോസിന്റെ ടേമിലും ഉണ്ട് അല്ലെ? അപ്പൊ ആ സൈൻ വൈ എങ്ങനെ എഴുതാം? കോസ് പൈ ബൈ ടു മൈനസ് വൈ എന്ന് എഴുതാം. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയത്? അതിന്റെയും റിസൾട്ട് പഠിച്ചതാണ്. സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് 90 മൈനസ് എക്സ് അല്ലെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ ആണ്. കോസ് തീറ്റ ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ. അപ്പൊ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? സൈൻ വൈയെ കോസ് പൈ ബൈ ടു മൈനസ് വൈ എന്ന് എഴുതാം. therefore x equal to cos pi by 2 minus y. pi by 2 minus y എങ്ങനെ എഴുതാം? cos inverse x എന്ന് എഴുതാം. ഈ കോസിന് ഇവിടെ x അല്ലേ? cos of pi by 2 minus y ആണ് x എന്ന് പറയുന്നത്. അപ്പൊ cos inverse x equal to pi by 2 minus y എന്ന് എഴുതാം. ഈ y ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. അപ്പൊ y പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 ആകും. y യുടെ വാല്യൂ എന്താണ്? ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു y. അപ്പൊ ഈ y ക്ക് പകരം എന്ത് കൊടുക്കാം? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇവിടെ കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട് ആയി. ഇതേപോലെ തന്നെയാണ് അടുത്ത ട്രിഗണോമെട്രിക് ഫംഗ്ഷനും ഈ റിസൾട്ടും പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, tan inverse x plus tan inverse y equal to tan inverse of x plus y by 1 minus xy
ഇവിടെ കണ്ടീഷൻ ഉണ്ട് xy ലെസ് ദാൻ 1. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഇവിടെ xyയുടെ വാല്യൂ എന്തായിരിക്കും, ഈ റിസൾട്ട് സാറ്റിസ്ഫൈ ആണെങ്കിൽ xyയുടെ വാല്യൂ എന്തായിരിക്കും. ഇവിടെ xy എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൽ 1 വന്നു കഴിഞ്ഞാൽ 0 ആയി പോകുന്നതുകൊണ്ടാണ് xy ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഇതൊന്നും മറന്നു പോകരുത്. ഇതിന്റെ അടുത്തത് tan ഇൻവേഴ്സ് x മൈനസ് tan ഇൻവേഴ്സ് y ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് x മൈനസ് y ഡിവൈഡഡ് ബൈ 1 പ്ലസ് xy ഗ്രേറ്റർ ദാൻ -1. ഇത് കണ്ടപ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ച ഏതെങ്കിലും റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ട്രിഗണോമെട്രിയുടെ നമുക്ക് ഇതിനെ പ്രൂഫ് നോക്കാം. tan ഇൻവേഴ്സ് x ന് തീറ്റ എന്ന് കൊടുത്തു, tan ഇൻവേഴ്സ് y ക്ക് ഫൈ എന്നും അസ്യൂം ചെയ്തു. ഇനി നോക്കേണ്ടത്, അപ്പൊ tan ഇൻവേഴ്സ് x തീറ്റ ആണെങ്കിൽ x എന്ന് പറയുന്നത് എന്ത് എഴുതാം, tan തീറ്റ എന്ന് എഴുതാം. അതേപോലെ തന്നെ y എന്ന് പറയുന്നത് tan ഫൈ എന്ന് എഴുതാം. tan ഓഫ് തീറ്റ പ്ലസ് ഫൈ, ഈ റിസൾട്ട് ഓർമ്മയുണ്ടോ? tan ഓഫ് തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു tan തീറ്റ പ്ലസ് tan ഫൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan തീറ്റ tan ഫൈ. ഈ റിസൾട്ട് ആണ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. അപ്പൊ tan ഓഫ് തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു tan തീറ്റ പ്ലസ് tan ഫൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് tan തീറ്റ ഇൻറ്റു tan ഫൈ ആണ്. ഇനി നോക്കുക, ഈ tan തീറ്റയുടെ വാല്യൂ എന്താണ്? ഇവിടെ x എന്ന് പറയുന്നതാണ് tan തീറ്റ. അടുത്ത എന്താ, y എന്ന് പറയുന്നതാണ് tan ഫൈ. നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് tan ഇൻവേഴ്സ് x ഈക്വൽ ടു തീറ്റ എന്നും tan ഇൻവേഴ്സ് y ഈക്വൽ ടു ഫൈ എന്നും അസ്യൂം ചെയ്തു. അതിൽ നിന്ന് x tan തീറ്റ ആയി, y എന്ന് പറയുന്നത് tan ഫൈ ആയി. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം tan ഓഫ് തീറ്റ പ്ലസ് ഫൈ എന്ന് പറയുന്നത് എന്ത് വരും? tan തീറ്റ എന്ന് പറയുന്നത് x ആണ്, x പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് ഇൻറ്റു വൈ എന്ന് വരും. എന്തിന്റെ വാല്യൂ ആണ്? tan ഓഫ് തീറ്റ പ്ലസ് ഫൈ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഇതും പഠിച്ച റിസൾട്ട് തന്നെയാണ്. tan എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ x ഈക്വൽ ടു tan ഇൻവേഴ്സ് y എന്ന് എഴുതാമെന്ന് പഠിച്ചില്ലേ? അതേപോലെ തന്നെയാണ് തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അപ്പൊ ഇവിടെയും തീറ്റയ്ക്കും ഫൈക്കും പകരം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എഴുതാം. എന്തുവരും? തീറ്റ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് എക്സ് ആണ്, ഫൈ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് y ആണ്. അപ്പൊ ഇവിടെ എന്തുവരും? tan inverse x plus tan inverse y equal to tan inverse of x plus y divided by 1 minus xy. Clear ആയല്ലോ? Next, properties. 2 tan inverse x equal to sin inverse of 2x divided by 1 plus x square. Next one, 2 tan inverse x equal to cos inverse of 1 minus x square divided by 1 plus x square. ഇവിടെ condition ഉണ്ട്, x greater than or equal to 0. Next one, 2 tan inverse x equal to tan inverse of 2x divided by 1 minus x square minus 1 less than x less than 1. ഇവിടെ നോക്കുക, tan inverse x നെ സൈനിന്റെയും കോസിന്റെയും ടാനിന്റെയും ടേമിൽ മാറ്റി എഴുതിയേക്കുന്നത്. അതാണ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രൂഫ്, tan ഇൻവേഴ്സ് x ന് y എന്ന് അസ്യൂം ചെയ്തു. അപ്പൊ x എന്ന് പറയുന്നത് tan y ആകും. x tan y ആയി കഴിഞ്ഞാൽ നമ്മള് സൈൻ ഇൻവേഴ്സ് അതിന് റൈറ്റ് സൈഡ് എടുക്കുകയാണ്. ഇവിടെ നോക്കാം, റൈറ്റ് സൈഡില് 2x divided by 1 plus sin inverse 2x divided by 1 plus x square ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഇവിടെ എന്ത് കൊടുക്കാം? 2 tan y divided by 1 plus tan square y എന്ന് കൊടുക്കാം. ഇവിടെ x ന്റെ വാല്യൂ tan y അല്ലേ? അപ്പൊ റൈറ്റ് സൈഡ് എടുത്തു, സൈൻ ഇൻവേഴ്സ് 2x divided by 1 plus x square എന്നുള്ളത്. അപ്പൊ അവിടെ എന്ത് കിട്ടി? സൈൻ ഇൻവേഴ്സ് 2 tan y divided by 1 plus tan square y ആയി. എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് sin 2y ആയി. ആ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. sin 2x equal to 2 tan x. ഇത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് ഇതെല്ലാം. 2 tan x divided by 1 plus tan square x. sin 2x നെ ടാനിന്റെ ടേമിൽ 2 tan x divided by 1 plus tan square x എന്ന് പഠിച്ചിട്ടുണ്ട്. ആ റിസൾട്ട് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? sin 2y ആയിട്ട് മാറും. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ, അപ്പൊ ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ഈ തന്നിരിക്കുന്ന ഏതാണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇവിടെ സൈൻ ഇൻവേഴ്സ് സൈൻ 2y ആണ്. അപ്പൊ എന്ത് വരും? 2y വരും. ദാറ്റ് ഈസ് 2 into tan inverse x. 2y equal to 2 into tan inverse x എന്ന് കിട്ടി. നെക്സ്റ്റ് പ്രൂഫ്,
ടാൻ ഇൻവേഴ്സ് എക്സ് അതും ഇതുപോലെ തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് എക്സിന് y എന്ന് കൊടുത്തു. then x ഈക്വൽ ടു ടാൻ y ആയി. അടുത്ത എന്തിന്റെ ടേമിലാണ്? കോസിന്റെ ടേമില്. കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഈ എക്സിന്റെ സ്ഥാനത്ത് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? ടാൻ y കൊടുക്കുക. അപ്പൊ കോസ് ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ y ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ y എന്നാകും. അപ്പൊ കോസ് ഇൻവേഴ്സ് കോസ് 2y എന്നാകും. അതെന്ന് പറയുന്നത് 2y ആകും. ഈ റിസൾട്ടും ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. കോസ് 2x ഈക്വൽ ടു 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ കോസ് 2y ആയി. ഇപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 2y എന്ന് പറയുന്നത് 2y ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. അതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടാൻ ഇൻവേഴ്സ് അത് ഇതുപോലെ തന്നെയാണ്. ലെറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു y എന്ന് കൊടുത്തു. ദെൻ എക്സ് എന്ന് പറയുന്നത് ടാൻ y ആയി. റൈറ്റ് സൈഡ് ചൂസ് ചെയ്തു. ടാൻ ഇൻവേഴ്സിന്റെ ടൈമിലാണ് ഇതിനെ മാറ്റേണ്ടത്. റിസൾട്ട് ടാൻ ഇൻവേഴ്സിന്റെ ആണ്. ടാൻ ഇൻവേഴ്സ് 2x ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ളതിന് ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? ടാൻ y ആണ്. ആ എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 2 ടാൻ y ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ y എന്നാകും. ഇതെന്ന് പറയുന്നത് എന്ത് വരും? ഈ റിസൾട്ട് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. സിൻസ് ടാൻ 2x ഈക്വൽ ടു 2 ടാൻ x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് വരും? ടാൻ 2y എന്നാകും. അപ്പൊ ഇവിടെ ടാൻ ഇൻവേഴ്സ് ടാൻ 2y എന്ന് വന്നു. ഈക്വൽ ടു 2y എന്ന് എഴുതാം. ടാനും അതിന്റെ ഇൻവേഴ്സും കൂടെ വന്നാൽ ഈ ഇവിടെ വരുന്ന ഏതാണോ അതായിരിക്കും വരുന്നത്. ഇൻവേഴ്സ് ഒരു ഫംഗ്ഷനും അതിന്റെ ഇൻവേഴ്സും കൂടെ വന്നാൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കത്തില്ല. അപ്പൊ എഫ് ഇൻവേഴ്സ് എഫ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ടാൻ ഇൻവേഴ്സ് ടാൻ 2y ഈക്വൽ ടു 2y. ദാറ്റ് ഈസ് y എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പം 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ഇനി ഈ റിസൾട്ടുകളെല്ലാം വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിസൾട്ടുകളും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിലെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു.